ഹായ്, എല്ലാവർക്കും രാഗാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ വീട്ടിലൊക്കെ നൂലപ്പം ഉണ്ടാക്കുമ്പോൾ ബാക്കി വരുമല്ലോ, അതുകൊണ്ടൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ നൂലപ്പം കൊണ്ട് ബാക്കി വന്ന നൂലപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊരു സ്നാക്സ് പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപ്പുമാവ് നേരത്തെ പറയാം. അപ്പോൾ അതായത് കുറച്ച് നൂലപ്പം ബാക്കി വന്ന് നിർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മറ്റുള്ള സാധനങ്ങൾ, ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു തണ്ട് കറിവേപ്പിലുണ്ട്, 4 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, 4 മുട്ട പുഴുങ്ങി മുറിച്ച് വെച്ചിട്ടുണ്ട്, 4 സബോള ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അത് ശരിയാക്കാനായിട്ട് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റവ് ഒക്കെ കത്തിച്ചു കൊടുക്കാം. പാനൊക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ കേട്ടോ. പാനൊക്കെ ചൂടായി വരുന്ന നേരം കൊണ്ട് നമുക്ക് നൂലപ്പൊക്കെ കൈ കൊണ്ട് നന്നായി പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നൂലപ്പത്തിന് നമ്മൾ ഇതേപോലെ നന്നായി പൊടി പോലെ പൊടിച്ചു വെക്കണം കേട്ടാ. ഒരു കട്ട പോലെ ഉണ്ടാവരുത്. നന്നായി ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. പാനൊക്കെ നന്നായി ചൂടായിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ, അതിലേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം കേട്ടാ. സബോള പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുട്ടാ. ഇത് സബോള ഒന്ന് വെറുതെ ഒന്ന് വാടിയാൽ മതി, നന്നായി ചുവന്ന കളറൊന്നും വരണ്ട. ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ പച്ചമുളകും സബോളയ്ക്കും കുറേശ്ശെ വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. സബോള തക്കാളി നല്ലോണം വാടിയുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ മുളക് പൊടി ചേർക്കണില്ല, പച്ചമുളകിന്റെ എരിവ് മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ. അതെ, സബോള വാടിയുണ്ട്, തക്കാളി നല്ലപോലെ വാടിയുണ്ട്. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇനി നമ്മൾ പൊടിച്ച് വെച്ച നൂലപ്പം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം എല്ലാതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് വെള്ളം എത്രക്ക് കൈക്കുമ്പോൾ എടുത്തണ്ടേ ഒന്ന് തെളിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ അവസാനത്തത് മുട്ട. നമുക്ക് മുട്ടയ്ക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതെ, മുട്ടയ്ക്ക് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ നൂലപ്പത്തിന്റെ മുകളിൽ. ഇനി നമുക്കിത് കൂട്ടിയൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പൊ നമുക്ക് മുട്ടയ്ക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പതുക്കേനെ നമുക്കൊന്ന് ഇതിൽ കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവും. അപ്പൊ എല്ലാവരും ബാക്കി വന്ന നൂലപ്പം കൊണ്ട് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തോളാം. അപ്പൊ എന്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടണും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ, ബൈ ബൈ.